വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ യുവാവിനെ കൊന്ന നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൌത്യം തുടരുന്നു. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുങ്കി ആനയെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുക. പ്രദേശത്ത് 20 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. കടുവയെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. പേരുകളുമായി കാളികാവിൽ നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, എല്ലാ രീതിയിലും ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ സജ്ജമാണ്. രണ്ടാമത്തെ കുങ്കിയാനയെ എത്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് വനംവകുപ്പ്? ധന്യ, 20 ക്യാമറകളാണ് ഇന്നലെ കാളികാവ് ഈ അടക്കാക്കുണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്യാമറകൾ നിരീക്ഷിച്ച് ക്യാമറയിൽ കടുവയുടെ ഏതെങ്കിലും തരത്തിലുള്ള ചിത്രമോ സാന്നിധ്യമോ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് പരിശോധിക്കുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്തായിരിക്കും കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരച്ചിലിന് വനംവകുപ്പ് ഇറങ്ങുക. 2 കുങ്കിയാനകളെയാണ് പ്രദേശത്ത് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഒരു കുങ്കിയാനെ തന്നെ ഇന്നലെ തന്നെ എത്തിച്ചിരുന്നു. ഈ കുങ്കിയാനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് തെരച്ചിലിന് ഇറങ്ങുക. 50 അംഗ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘമാണ് വനംവകുപ്പ് ഇതിനായി നിയോഗിച്ചിട്ടുള്ള. 6 അംഗങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ സ്ഥലത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി തന്നെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ കടുവയെ മയക്കുവെടി വെക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. ഇതുവരെ നിലവിൽ അത്തരത്തിലുള്ള സ്ഥിരീകരണമൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് വനംവകുപ്പ് തയ്യാറായി നിൽക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം ഈ ഒരു കാളികാവിൽ സംഭവിക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്ത് വനംവകുപ്പ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളും ആളുകളുടെ ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൌരവമായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിഷയം വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നലോടുകൂടി തന്നെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് കടുവയെ പിടികൂടുന്നതടക്കം അല്ലെങ്കിൽ മയക്കുവെടി വെക്കുന്നതടക്കമുള്ള ഉത്തരവുകളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതുമായി കൊണ്ട് തന്നെയാണ് സ്ഥിതികളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കുങ്കിയാന ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ 2 കുങ്കിയാനകളോടുകൂടി ഇന്നലെ കണ്ടതാണ്. കാരണം അത് സ്വാഭാവികമാണ്. മന്ത്രിയും അത്തരത്തിൽ ഇന്നലെ പ്രതികരിക്കുന്നത് കേട്ടു. കാരണം ഈ വർഷം തന്നെ എത്ര പേരുടെ ജീവനാണ് വന്യമൃഗങ്ങൾ കാരണം ഇല്ലാതായത് എന്നതിന്റെ കണക്ക് വളരെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം, അവരുടെ ഒരു പ്രതീക്ഷ, അതായത് ഇനിയെങ്കിലും സ്വൈരജീവിതം എന്നൊരു പ്രതീക്ഷ നിലവിൽ അവർക്കുണ്ടോ? ഈ കടുവയെ സ്പോട്ട് ചെയ്യാനുള്ള ഈ ക്യാമറ സജ്ജീകരിച്ചത് മനസ്സിലാക്കാം. പക്ഷേ ഏത് ഭാഗത്താണ് എന്നതിലൊക്കെ ഒരു കൃത്യമായ ധാരണ വനംവകുപ്പിന് കിട്ടിയിട്ടുണ്ടോ? ധന്യ സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ സമീപകാലങ്ങളിലൊക്കെ തന്നെ വന്യജീവി ആക്രമണം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ തുടരെയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത്, ഈ കാളികാവ് എന്ന ഭാഗത്ത് കഴിഞ്ഞ നമ്മൾ നാട്ടുകാരുമായി രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരുപാട് കാലമായി ഇവിടെ കടുവ അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം നടക്കുന്നുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങളെയൊക്കെ ഇതിനോടകം തന്നെ കൊന്നിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടൊരു നടപടി, ഇപ്പോൾ ഒരാളുടെ ജീവൻ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായിക്കൊണ്ട് ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ഒരാളുടെ ജീവൻ പോകേണ്ടി വന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനി ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യുന്നതിനടക്കം മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇനി ഡ്രോൺ അല്ലെങ്കിൽ തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അല്പസമയത്തിന് തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ തെർമൽ ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിക്കൊണ്ടുള്ള ഏതെങ്കിലും മൃഗങ്ങളുടെ സാന്നിധ്യം ഇതിന്റെ പരിസരത്തുണ്ടെങ്കിൽ അതൊക്കെ തന്നെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്തരത്തിലുള്ള തെരച്ചിലിനൊക്കെ തന്നെ വനംവകുപ്പ് കടക്കും. നിലവിൽ ക്യാമറ ഉൾപ്പെടെയുള്ള 20 ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും സാന്നിധ്യവുമാണ് വനംവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കൂടുകളാണ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള 3 കൂടുകളും ഏതായാലും ഇവിടെ കാളികാവ് ഈ ഒരു അടക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇന്നലെ ആക്രമണമുണ്ടായ ആ ഒരു പ്രദേശത്തായിരിക്കും കൂട് സ്ഥാപിക്കുക. 2ാം ഘട്ടത്തിൽ ഈ ക്യാമറയിൽ നിന്ന് പതിയുന്ന ചിത്രങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചായിരിക്കും മറ്റുള്ള 2 കൂടുകളും സ്ഥാപിക്കുക. എന്തായാലും ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ കൂടുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പഴുതടച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിന് വനംവകുപ്പ് നേതൃത്വം കൊടുക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഡോക്ടർ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 50 അംഗ സംഘമാണ് ഈ ഒരു ദൌത്യത്തിന് മുന്നിട്ടിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നാട്ടുകാർ ഈ ഒരു ദൌത്യത്തെ നോക്കിക്കാണുന്നത്. എന്തായാലും ഈ കടുവയെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് നാട്ടുകാരും കരുതുന്നത്. ഇനി ഒരു പക്ഷേ കടുവയെ പിടികൂടാൻ ആയില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. തന്നെയാണ്.
ഇത് ഈ കുടുംബത്തിനുള്ള സഹായം സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സഹായമെല്ലാം കൈമാറിയോ? എന്താണ് അവരുടെ അവസ്ഥ? ഇപ്പൊ നേരത്തെ ഫൈസൽ പറഞ്ഞതുപോലെ നാട്ടുകാർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കും. ഇതിപ്പോ പിടികൂടാനായില്ലെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ നമ്മളത് കണ്ടതുമാണ്. അപ്പം എങ്ങനെയാണ് വനംവകുപ്പും മറ്റ് സർക്കാരിന്റെ പ്രതിനിധികളുമൊക്കെ നാട്ടുകാരോട് സംസാരിക്കുന്നത്? കാര്യങ്ങൾ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ കുടുംബത്തിനുള്ള സഹായത്തിന്റെ വിവരങ്ങൾ കൂടി. കുടുംബത്തിന് പ്രഖ്യാപിച്ച ധനസഹായം ഇന്ന് 5 ലക്ഷം രൂപ കൈമാറുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള തുക, പ്രഖ്യാപിച്ച തുകയിൽ നിന്ന് ബാക്കിയുള്ള ബാക്കി പ്രൊസീജിയർ എല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതും ഉടൻ കൈമാറുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ മരിച്ച ഗഫൂറിന്റെ ഭാര്യയ്ക്ക് വനംവകുപ്പിൽ താൽക്കാലിക നിയമനം ലഭ്യമാക്കുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ ഉറപ്പു നൽകിയതാണ്. അതും അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ഈ ഒരു തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ബാക്കി ക്യാമറകളൊക്കെ തന്നെ ഉച്ചയോടുകൂടി തന്നെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എത്ര അംഗമുള്ള RRT സംഘമാണ് ഫൈസൽ തെരച്ചിൽ നടത്തുന്നത്? ഏതൊക്കെ ഭാഗത്തേക്ക് എങ്ങനെയാണ് ഇവർ തെരച്ചിലിന് തയ്യാറാകുന്നത്?